എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നവമഞ്ചരി ജ്ഞാനവല്ലരി 3 കടക്കുകയാണ്. എന്നായി വന്നരികിൽ നിന്നായിരം കതിർ പരന്നാഭയുള്ള വടിവേൽ തന്നാലിവന്നരുൾ തരുന്നാകിലൊന്നു കുറയും നാമമൊന്നരുളു നീ പുന്നാമതോയതിനി വന്നാകിലും മുരുക നിന്നാമമൊന്നു പിടിവേട്ട് എന്നാകിലില്ല ഗതി എന്നാലും ഒന്നുരുകി നിന്നാലവന്നതു മതി. ആയി സഞ്ചരിക്കുന്നവനായി, പരിവ്രാജകനായി, സഞ്ചരിക്കുന്നവൻ. വന്നരികിൽ വന്ന് നിന്നുകൊണ്ട് 1000 കതിർ പരന്നാഭയുള്ള എണ്ണമറ്റ പ്രകാശരശ്മിയെങ്ങും പരത്തുന്ന ശോഭയോടുകൂടിയ വടിവേൽ കൊണ്ട് ഇവൻ അരുൾ തരുന്നാകിൽ, ഈ എന്നെ തൊട്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ കുറയുന്നു ആമം. സംസാരബന്ധത്തിൻ്റെ കൈവിലങ്ങ് ഇല്ലാതായിത്തീരും. ഒന്നരുളു നീ, അതിന് നീ ഒന്ന് അനുഗ്രഹിക്കണമേ. പുന്നാമ നരകത്തിൽ പോകാൻ ഇടയാകത്തക്കവണ്ണമുള്ളതാണ്. ആയതിനി വന്നാകിലും, ആ കൈവിലങ്ങ് എന്ന് വന്നു ഭവിക്കുകയാണെങ്കിൽ പോലും മുരുക, അല്ലയോ മുരുക, നിന്നാമമൊന്ന് പിടിവിട്ടാൽ, നിന്നോട് എന്നെ ചേർത്തിണക്കിയിരിക്കുന്ന കൈവിലങ്ങ് കൈവിട്ടു പോകാൻ ഇടയായാൽ, നിന്നാമമൊന്ന് വിട്ടെന്നാൽ, നിന്റെ നാമത്തെ പിടിവിട്ട് കളയാൻ ഇടയായാൽ, ഇല്ല ഗതി, ഇവനൊരു ഗതിയും ഇല്ലാതായിത്തീരും. എന്നാലും ഇങ്ങനെയാണെങ്കിൽ പോലും ഒന്നുരുകി നിന്നാൽ, നിന്നോട് ഉരുകിച്ചേർന്ന് ഒന്നായി നിന്നാൽ അവനതു മതി. ആ പാപമോചനമുണ്ടാകാൻ മറ്റൊന്നും വേണ്ട. മുരുക പരിവ്രാജകനായി സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഭഗവാൻ എൻ്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് എണ്ണമറ്റ പ്രകാശരശ്മിയെങ്ങും പരത്തിക്കൊണ്ട് ഭഗവാന്റെ കയ്യിൽ ശോഭിക്കുന്ന വടിവേൽ കൊണ്ട് എന്നെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. അങ്ങനെയാണെങ്കിൽ സംസാരത്തിൽ എന്നെ തളച്ചിടുന്ന കൈവിലങ്ങ് ഇല്ലാതായിത്തീരും. പുന്നാമ നരകത്തിൽ പോകാൻ ഇടയാകത്തക്കവണ്ണമുള്ളതാണ് ആ കൈവിലങ്ങ് എന്ന് വന്നാൽ പോലും മുരുക, നിന്നോടെന്നെ ചേർത്തിണക്കി നിർത്തിയിരിക്കുന്ന കൈവിലങ്ങ് പൊട്ടിപ്പോകാൻ ഇടയായാൽ ഇവനൊരു ഗതിയും ഇല്ലാതെയായിത്തീരും. മുരുക, നിന്റെ നാമത്തെ കൈവിട്ട് കളയാൻ ഇടയായാൽ ഇവനൊരു ഗതിയും ഇല്ല. അങ്ങനെ ഒരു ഗതിയും ഇല്ലാതായി തീർന്നാലും ഭഗവാനോട് ഉരുകിച്ചേർന്ന് ഒന്നായി നിൽക്കാനിടയായാൽ ആ പാപത്തിൽ നിന്ന് മോചനം നേടാൻ മറ്റൊന്നും വേണ്ട. ഒരിടത്തും ഉറച്ചിരിക്കാതെ ദേശാടനം നടത്തുന്ന പരിവ്രാജകനാണ് ഭഗവാൻ എന്നർത്ഥം. ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പരിവ്രാജകർ ഓരോ ഗ്രാമത്തിലും എത്തുമ്പോൾ അവിടെയുള്ളവർക്ക് ജീവിതത്തിൽ വെളിച്ചം വീശുന്ന തത്വോപദേശങ്ങളും സതുപദേശങ്ങളും നൽകും. അതിനെ ഗ്രാമവാസികൾ സ്വീകരിക്കുന്നത് അവർക്ക് ലഭിച്ച ദൈവാനുഗ്രഹമായിട്ടാണ്. ഭഗവാൻ അത്തരത്തിൽ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്തും എത്തണം. ഭഗവാന്റെ കൈവശം ഒരിക്കലും ഒഴിയാതെ കാണുന്ന ആയുധമാണ് വടിവേൽ. അതുകൊണ്ടാണ് ചിലർ ഭഗവാനെ വേലായുധൻ എന്ന് വിളിക്കാറ്. ഒരൊറ്റ മുനയുള്ള ഇരുമ്പ് വടിയാണ് വേല്. നല്ല ദൃഢതയുള്ള നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി തീർത്താലേ ജീവിതത്തിൽ സൽഗതി ഉണ്ടാകൂ എന്ന് കാണിക്കുന്ന പ്രതീകമാണ് വടിവേൽ. മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നാൽ അർത്ഥം ജീവിതത്തിന് അർത്ഥം നൽകുന്ന ആത്യന്തികമായ പൊരുൾ കണ്ടെത്തുന്നത് മാത്രമാണ് ഒരേ ഒരു ലക്ഷ്യം എന്ന ഉറപ്പോടുകൂടി മനസ്സിനെ അതിലേക്ക് ഉന്മുഖമാക്കി നിർത്തുക എന്നാണ്.
ഒപ്പം നൈമിഷികമായ സുഖം നൽകുന്ന ഭോഗ്യവിഷയങ്ങളുടെ ലോകത്ത് നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന വൈരാഗ്യവും ഉണ്ടാകണം. അങ്ങനെ ഉന്മുഖമായി തീർന്ന മനസ്സ്, ഏകാഗ്രമായി തീർന്ന മനസ്സ് സത്യം കണ്ടെത്തുമ്പോൾ നിരതിശയമായ അറിവിൻ്റെ പ്രകാശത്തിൽ അത് ശോഭിക്കും. അങ്ങനെയുള്ള വടിവേൽ കൊണ്ട് എന്നെ ഒന്ന് തൊട്ടനുഗ്രഹിക്കണം. അതായത് വടിവേൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് യാഥാർത്ഥ്യമായി തീരണം. അപ്പോഴാണ് ജീവിതത്തെ ഒരു ബന്ധനമായി കാണാനിടയാക്കിയ കയ്യാമങ്ങളിൽ നിന്ന് എനിക്ക് മോചനമുണ്ടാകുന്നത്. ജീവിതം ദുഃഖമയമാണെന്നും എണ്ണമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു തടവറയാണെന്നും ഒക്കെയുള്ള തോന്നൽ ജീവിതത്തെ സംബന്ധിക്കുന്ന സത്യം അറിയാതിരിക്കുമ്പോഴേ ഉള്ളൂ. സത്യം അറിഞ്ഞു കഴിയുമ്പോഴാകട്ടെ കേവലം അറിവ് മാത്രമായ സ്വയം പ്രകാശിതമായി തീരുന്നതിൻ്റെ നാനാമുഖങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെന്ന് വെളിപ്പെട്ട് കിട്ടും. ഭഗവാനുമായുള്ള അനന്യത വെളിപ്പെട്ട് കിട്ടുന്നതിന് പണ്ട് കാലം മുതൽ ജിജ്ഞാസുക്കൾ സ്വീകരിച്ച് പോന്നിട്ടുള്ള ഒരു വഴിയാണ് ഭഗവാന്റെ നാമം ആവർത്തിച്ച് ജപിക്കുന്നത്. എപ്പോഴും ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മാത്രം ജപമാകില്ല. നാവിൽ നിന്നും ഈശ്വരൻ നാമം തെളിവായി വെളിപ്പെടുന്നതിനോടൊപ്പം ഉണ്ടാവണം മനസ്സിലും ആ തെളിവ്. അങ്ങനെ രണ്ട് തെളിവുകൾ ഒന്നിച്ച് ഒരു തെളിവായി തീരുന്നതിനെയാണ് ജപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജപവ്യക്തായാം വാചി മാനസേജ, വാക്കിലും മനസ്സിലും ഒരുപോലെയുള്ള സുവ്യക്തത എന്നാണ് ജപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജപ എന്ന ധാതുവിൻ്റെ അർത്ഥം അതുതന്നെയാണല്ലോ. ആ നാമജപം കൈവിട്ടാൽ മറ്റൊരു ഗതിയില്ല. അജ്ഞതയിൽ കിടന്ന് ജീവിതം നരകമായി തീരുകയേ നിവൃത്തിയുള്ളൂ. തത്വാവബോധം ഇല്ലാത്തവർക്ക് പരഗതിയുണ്ടാകുന്നതിന് പണ്ടുതൊട്ടേ നിർദ്ദേശിച്ചു പോരുന്നതാണ് പ്രപത്തി. സകലതും ഭഗവാനിൽ സമർപ്പിച്ച് ഉള്ളുരുകി ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് പ്രപത്തി. അവിടെ തത്വവിചാരത്തിനൊന്നും സ്ഥാനമില്ല. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ സ്വന്തമായി ഒരു തീരുമാനവും എടുക്കുകയില്ല. ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കുക മാത്രം ചെയ്യും. അങ്ങനെ ഭഗവാനോട് ഉരുകിച്ചേർന്ന് നിൽക്കുവാനുള്ള മനസ്സെങ്കിലും എനിക്ക് ഉണ്ടാകണമേ. നവമഞ്ചരി ജ്ഞാനവല്ലരി 3 അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. എന്നായി വന്നരികിൽ നിന്നായിരം കതിർ പരന്നാഭയുള്ള വടിവേൽ തന്നാലിവെന്നരുൾ തരുന്നാകിലൊന്നു കുറയും നാമമൊന്നരുളു നീ പുന്നാമ തോയതിനി വന്നാകിലും മുരുക നിന്നാമമൊന്നു പിടിവിട്ട് എന്നാകിലില്ല ഗതി എന്നാലും ഒന്നുരുകി നിന്നാലവെന്നതു മതി. അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.